പക്ഷേ സാർ ഇപ്പോൾ നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊണ്ടാണ് ഇപ്പോൾ തെളിവെടുപ്പിന് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ മുരാരി ബാബുവിനെ എനിക്ക് തോന്നുന്നു 27-ാം തീയതി മറ്റന്നാൾ കസ്റ്റഡിയിൽ വാങ്ങും. ഇനി മുരാരി ബാബു സത്യം തുറന്നു പറയുന്നു കരുതുന്നു. മുരാരി ബാബു വാ തുറന്നാൽ ഒരുപക്ഷെ പത്മകുമാറും അതുപോലെ വാസുവും ഒക്കെ അകത്താവില്ലേ? വേണമെങ്കിൽ കടകംപള്ളിയും. അത് പറഞ്ഞല്ലോ, സുധീഷ് പറഞ്ഞല്ലോ, അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞല്ലോ, ആരൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞല്ലോ, പരസ്യമായി പറഞ്ഞില്ലേ? അല്ല, അത് പറഞ്ഞു. പക്ഷെ എന്നാലും അതിപ്പോ ഉണ്ടാവും. അതിന് വേറെ തെളിവുകളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ സാധ്യത. അതെ, കയറിന്റെ പിന്നാലെ പോകുമ്പോ കാളെ കിട്ടും. അപ്പൊ അത് അനുഭവിച്ചുള്ളൂ. സത്യസന്ധമായിട്ട് പോവും അന്വേഷണം, ഉറപ്പായിട്ടും പോവും. കാരണം ഈ ഉദ്യോഗസ്ഥന്മാര് സാധുക്കൾ അവർ വിളിച്ചു പോവും. കാരണം അവർക്ക് ജീവിക്കണം, അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ ചെയ്യും. അവരും നേരല്ല. കാരണം ഈ കള്ളന് കൂട്ടി നിൽക്കുന്നതിന് കുഴപ്പമാണല്ലോ. അപ്പോൾ മാത്രമല്ല, ഇതൊക്കെ ഈ ദൈവവിശ്വാസമുള്ള ഒരാൾ ചെയ്യുന്ന കാര്യമല്ലെന്ന്. ഇതൊക്കെ മഹാപാപം. ഇതൊക്കെ ഈ അല്പമെങ്കിലും ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും. മാന്യമായ ശമ്പളം കിട്ടുന്നുണ്ട്, ഇപ്പം നല്ല പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പോരെ? ജീവിക്കാനുള്ള ശമ്പളം കിട്ടുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക്. ഇപ്പോൾ പഴയതുപോലെല്ല 4 കെട്ടി ചോറും പണമൊന്നുമല്ല. ധാരാളം ഭക്തജനങ്ങൾ പൈസ കൊണ്ടിടുന്നുണ്ട്. 1000-1200 കോടിയുടെ ബഡ്ജറ്റുണ്ട് അവിടെ. അത് കുറച്ച് പ്രോപ്പറാണ്. അത്യാവശ്യം മിസ്യൂസ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം ഈ സ്ഥാപനം നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സമ്പദ്ഘടനയും ഇപ്പോൾ അവിടെയുണ്ട്. അപ്പോൾ അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പരിശോധനകളില്ല, ആഡിറ്റുകളില്ല, ക്രമക്കേടുകൾ കുമിഞ്ഞുകൂടി. ഇതൊക്കെ ആരോട് പോയി പറയാൻ? അല്ല സാർ, ഈ പ്രധാന തസ്തികകളിലൊക്കെ, അതായത് ഇപ്പം നോക്കൂ, ഈ പ്രധാന ക്വാളിഫിക്കേഷൻ നോക്കുന്നില്ല. അല്ല, ഏറ്റവും കൂടുതൽ കവർച്ചയ്ക്ക് അല്ലെങ്കിൽ കൊള്ളയ്ക്ക് ആ സ്കോപ്പ് ഒരുക്കുന്ന ആളെ പിടിച്ച് പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരുത്തും അല്ലേ? അതിന് ഈ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ അവർ തന്നെയാണ് വിചാരിക്കുകയും ചെയ്യുന്നത് അല്ലേ, ആരൊക്കെ ഇരിക്കണം ഏതൊക്കെ കസേരയിൽ. എപ്പോഴും ഏത് രാഷ്ട്രീയക്കാർ ഭരിക്കുന്നു അവരുടെ യൂണിയനാണ് അപ്പോൾ പ്രോമിനൻ്റ് ആവുന്നത്. അതങ്ങനെ മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കും. പിന്നെ മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഒരു പെക്യൂലിയർ ടൈപ്പ് ഓഫ് അക്കൗണ്ട് സിസ്റ്റമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അപ്പോൾ അത് ഈ ലോ പെയ്ഡ് എംപ്ലോയീസിൻ്റെ ഒക്കെ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ അവർക്ക് കൊടുത്തോട്ടെ, പക്ഷേ അവരെ ഒന്ന് ഓഗ്മെൻറ്റ് ചെയ്യാൻ, അവർക്കൊരു ഇൻ സർവീസ് കോഴ്സ് കൊടുക്കാനെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാവണ്ടേ? അവരെ പഠിപ്പിക്കണ്ടേ? അങ്ങനെ അതിൻ്റെ അഭാവം വളരെ കൂടുതലാണ് ആ സ്ഥാപനത്തിൽ. ഉദ്യോഗസ്ഥന്മാർക്ക് ഈ സ്ഥാപനം എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇതിൻ്റെ അക്കൗണ്ട് സിസ്റ്റം അറിഞ്ഞുകൂടാ, ഇതിൻ്റെ പരിശോധനാ സിസ്റ്റം അറിയത്തില്ല. അപ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റ് അതും കൂടെ അവരുടെ ചുമതലയാണ്. ഈ ഉദ്യോഗസ്ഥന്മാരെ ശക്തരായി കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കേണ്ട ചുമതലയും സ്ഥാപനത്തിനുണ്ട്.